നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ BS രാജേഷ്. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. യൂറോപ്യൻ രാജ്യങ്ങളിലെ വ്യോമയാത്ര കടുത്ത പ്രതിസന്ധിയിലും അരക്ഷിതാവസ്ഥയിലുമാണെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. യൂറോപ്യൻ എയർലൈനുകളിലെ പൈലറ്റുമാരും ക്യാബിൻ ക്രൂവും ദീർഘനേരം ജോലി ചെയ്യേണ്ടി വരുന്നതെന്ന് ബെൽജിയത്തിലെ ഗ്രന്റ് യൂണിവേഴ്സിറ്റി നടത്തിയ ഗവേഷണം വെളിപ്പെടുത്തുന്നു. ലണ്ടനിൽ ഗാന്ധി പ്രതിമയ്ക്ക് നേരെ ഉണ്ടായ അക്രമം UK-യിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ വിവിധ കമ്മിറ്റികൾ പ്രതിഷേധിച്ചു. മേയർക്ക് കത്ത് നൽകി കേരള ചാപ്റ്റർ. ബ്രെക്സിറ്റിന് ശേഷം UK-യിൽ ദീർഘകാലം താമസിക്കുന്ന യൂറോപ്യൻ യൂണിയൻ പൗരന്മാരിൽ ഗണ്യമായ പേർ ജോലി സ്ഥലത്തും പൊതുസേവനങ്ങളിലും വിവേചനം അനുഭവിക്കുന്നുണ്ടെന്ന് UK-യുടെ ബ്രെക്സിറ്റ് വാച്ച് ഡോഗായ ഇൻഡിപെൻഡന്റ് മോണിറ്ററിംഗ് അതോറിറ്റി റിപ്പോർട്ട്. ബ്രിട്ടനിൽ 70 വയസ്സിന് മുകളിലുള്ള ഡ്രൈവർമാർക്കായി പുതിയ ലൈസൻസ് നിയമങ്ങൾ നിലവിൽ വന്നു. വയോജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കൽ ലക്ഷ്യമെന്ന് സർക്കാർ. ഇന്ന് 156ാമത് ഗാന്ധി ജയന്തി. രാഷ്ട്രപിതാവിന് ആദരവർപ്പിച്ച് ഇന്ത്യ. വികസിത ഭാരതത്തിനായി മഹാത്മാവിന്റെ പാത പിന്തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെലനോമ ഉൾപ്പെടെ ത്വക്കുരോഗ ക്യാൻസർ ബാധയ്ക്ക് കാരണമാകുന്ന ബ്രിട്ടനിലെ സൺബെഡ് സലൂണുകൾ നിരോധിക്കണമെന്ന ആവശ്യമുയരും. പ്രവാചക ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി 17ാമത് UK ഗ്രാൻഡ് മിലാദ് കോൺഫറൻസ് ഒക്ടോബർ 4-ന് ലണ്ടനിൽ. 41 പേരുടെ മരണത്തിനിടയായ കരൂർ ദുരന്തത്തിൽ തമിഴക വെട്രി കഴക നേതാവും നടനുമായ വിജയ്ക്കെതിരെ കേസെടുക്കേണ്ടെന്ന തീരുമാനത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. വഖഫ് നിയമത്തിനെതിരായ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ 2ാം ഘട്ട സമരത്തിന്റെ ഭാഗമായി ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് മാറ്റിവെച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിൽ മുട്ടുചുരുട്ടി സ്വാമി ശരണമയ്യപ്പ എന്ന് വിളിച്ച സംഭവത്തിൽ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെതിരെ മുൻ മന്ത്രിയും CPI നേതാവുമായ G സുധാകരൻ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ വേണ്ടി വന്നാൽ സമരം തുടങ്ങുമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പൃഥ്വിരാജിനൊപ്പം 60 പുതുമുഖങ്ങൾ സന്തോഷ് ട്രോഫി ഷൂട്ടിംഗ് ആരംഭിച്ചു. ഇനി വാർത്തകൾ വിശദമായി. യൂറോപ്യൻ രാജ്യങ്ങളിലെ വ്യോമയാത്ര കടുത്ത പ്രതിസന്ധിയിലും അരക്ഷിതാവസ്ഥയിലുമാണെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. യൂറോപ്യൻ എയർലൈനുകളിലെ മിക്ക പൈലറ്റുമാരും ക്യാബിൻ ക്രൂവും ദീർഘനേരം ജോലി ചെയ്യേണ്ടി വരുന്നതായി ബെൽജിയത്തിലെ ഗെന്റ് യൂണിവേഴ്സിറ്റി നടത്തിയ ഗവേഷണം വെളിപ്പെടുത്തുന്നു. ഇതേ തുടർന്ന് ജീവനക്കാർ ഏറെ ക്ഷീണിതരായാണ് ജോലി ചെയ്യുന്നതെന്നും ഇത് വിമാന യാത്രാ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്നെന്നും ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് പുറത്തുവന്നത്. വിമാന കമ്പനികളിലെ ചെലവ് ചുരുക്കലും ലാഭം പിന്തുടരലും വ്യോമയാത്രാ സുരക്ഷയെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ക്ഷീണിതരായ നിരവധി ജീവനക്കാർ മാനേജ്മെന്റ് തീരുമാനങ്ങളെ വെല്ലുവിളിക്കാൻ ഭയപ്പെടുന്നതായും ഗെന്റ് യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണം കണ്ടെത്തി. 6900 തൊഴിലാളികളെ ഉൾപ്പെടുത്തി നടത്തിയ പഠനത്തിൽ പെർഫ്യൂമുകളുടെയും മദ്യത്തിന്റെയും ഓൺബോർഡ് വിൽപ്പന നടത്താൻ നിർബന്ധിതരാകുന്ന ക്യാബിൻ ക്രൂവിൽ ആശങ്കകളുണ്ടെന്നും കണ്ടെത്തി. ഇത് യാത്രക്കാരെ സുരക്ഷിതമായും ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിൽ സുപ്രധാനമായ ക്യാബിൻ ക്രൂവിന്റെ പങ്കിനെ സംഘർഷത്തിലാക്കുന്നതായി റിപ്പോർട്ടിലുണ്ട്. യൂറോപ്യൻ വിമാന കമ്പനികളിൽ മുതിർന്ന പൈലറ്റ് നിര ഇപ്പോൾ വിരമിച്ചു. പകരം പ്രായം കുറഞ്ഞ ജീവനക്കാരെ നിയമിക്കുന്നത് വഴി മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള കഴിവിനെ ദുർബലപ്പെടുത്തുന്നു. അസ്ഥിരമായ കരാറിൽ സ്വീകരിക്കാൻ പൈലറ്റുമാർ നിർബന്ധിതരാകുന്നതായും റിപ്പോർട്ടിലുണ്ട്. ലണ്ടനിൽ ഗാന്ധി പ്രതിമയ്ക്ക് നേരെ നടന്ന അക്രമം UK-യിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ വിവിധ കമ്മിറ്റികൾ പ്രതിഷേധിച്ചു. മേയർക്ക് കത്ത് നൽകി കേരള ചാപ്റ്റർ. ലണ്ടനിലെ ടാവിസ്റ്റോക്ക് സ്ക്വയറിൽ സ്ഥാപിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ വെങ്കല പ്രതിമ ഇന്ത്യ വിരുദ്ധ വാക്കുകൾ എഴുതിയും പെയിന്റ് അടിച്ചും വികൃതമാക്കിയ സംഭവത്തിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ വിവിധ കമ്മിറ്റികൾ പ്രതിഷേധിച്ചു. അക്രമികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നും ഇത്തരം അക്രമ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സുരക്ഷാ നടപടി ഉണ്ടാകണമെന്നും കേരള ചാപ്റ്ററിന്റെ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് സുജു കിഡാനിയൽ ആവശ്യപ്പെട്ടു. മെറ്റ് പോലീസ് സംഭവത്തെപ്പറ്റി സമഗ്രമായി അന്വേഷിക്കുകയും കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നെന്ന് ഉറപ്പാക്കാൻ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ലണ്ടൻ മേയർ സാദിഖ് ഖാന് നൽകിയ കത്തിൽ സുജു കെ ഡാനിയൽ ആവശ്യപ്പെട്ടു. ഗാന്ധി പ്രതിമയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഗ്ലോബൽ ചെയർമാൻ സാം പിത്രോദയും പറഞ്ഞു. അക്രമത്തിന് പകരം സമാധാനവും വിഭജനത്തിന് പകരം സംഭാഷണം തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയുടെ പൈതൃകം ലോകത്തോട് ആവശ്യപ്പെടുന്നതായി സാം പിത്രോദ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ വംശജരും ഗാന്ധിയൻ തത്വങ്ങളുടെ അഭിമാനികളുമായ അവകാശികളും എന്ന നിലയിൽ ഗാന്ധി പ്രതിമയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കുറ്റവാളികൾക്കെതിരെ സമഗ്രവും സുതാര്യവുമായ അന്വേഷണം അതിവേഗം ഉണ്ടാകണമെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കമൽ ദലിവാളും ആവശ്യപ്പെട്ടു. ബ്രെക്സിറ്റിന് ശേഷം UK-യിൽ ദീർഘകാലം താമസിക്കുന്ന യൂറോപ്യൻ യൂണിയൻ പൗരന്മാരിൽ ഗണ്യമായ പേർ ജോലി സ്ഥലത്തും പൊതുസേവനങ്ങളിലും കടുത്ത വിവേചനം അനുഭവിക്കുന്നതായി റിപ്പോർട്ട്. ബ്രെക്സിറ്റ് വാച്ച് ഡോഗായ ഇൻഡിപെൻഡന്റ് മോണിറ്ററിംഗ് അതോറിറ്റി IMA ആണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. UK യൂറോപ്യൻ ബ്ലോക്ക് വിട്ട് 5 വർഷം കഴിയുമ്പോൾ 1/3 കൂടുതൽ യൂറോപ്യൻ യൂണിയൻ പൗരന്മാരും യൂറോപ്യൻ എക്കണോമിക് ഏരിയ, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ പൗരന്മാരും പൊതുസ്ഥാപനങ്ങളിൽ നിന്നും വിഭജനം നേടുന്നതായാണ് വെളിപ്പെടുത്തൽ. ജോലി ചെയ്യാനുള്ള അവകാശം, രാജ്യത്തിനകത്തും പുറത്തും യാത്ര ചെയ്യാനുള്ള അവകാശം, പൊതുസേവനങ്ങളിൽ തുല്യ പരിഗണനയ്ക്കുള്ള അവകാശം എന്നിവ ഉൾപ്പെടെയുള്ള തങ്ങളുടെ അവകാശങ്ങൾ ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായി 5-ൽ ഒരാൾ സർവേയിൽ പറഞ്ഞു. ബ്രെക്സിറ്റിന്
5 വർഷത്തിന് ശേഷം അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ചില പൗരന്മാർക്ക് ആ അവകാശങ്ങൾ ആക്സസ് ചെയ്യാനുള്ള തടസ്സങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന ധാരണ സർവേ ഫലം ശരിവെക്കുന്നതായി യൂറോപ്യൻ യൂണിയൻ, യൂറോപ്യൻ എക്കണോമിക് ഏരിയ പൗരന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്ന ഇൻഡിപെൻഡന്റ് മോണിറ്ററിംഗ് അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് മിറാണ്ട ബിഡിൽ പറയുന്നു. UK-യിൽ ജീവിക്കാനും ജോലി ചെയ്യാനും വിരമിക്കാനും ആരോഗ്യവും സാമൂഹ്യക്ഷേമവും ആക്സസ് ചെയ്യാനുമുള്ള പൗരന്മാരുടെ അവകാശങ്ങൾ ഉറപ്പാക്കാനായി 2020 പിൻവലിക്കൽ നിയമപ്രകാരം രൂപീകരിച്ച സ്ഥാപനമാണ് IMA. ബ്രിട്ടനിൽ 70 വയസ്സിന് മുകളിലുള്ള ഡ്രൈവർമാർക്കായി പുതിയ ലൈസൻസ് നിയമങ്ങൾ നിലവിൽ വന്നു. വയോജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമെന്ന് സർക്കാർ ന്യായീകരിക്കുന്നു. ഇത് കടുത്ത വിവേചനമാണെന്ന് ആരോപിച്ച് വയോജന സംഘടനകൾ പ്രതിഷേധവും തുടങ്ങി. ഇനി മുതൽ 70 വയസ്സിൽ കാലഹരണപ്പെടുന്ന ലൈസൻസ് വീണ്ടും 3 വർഷത്തേക്ക് സൗജന്യമായി പുതുക്കില്ല. പുതിയ നിയമപ്രകാരം കണ്ണിന്റെ പരിശോധനയുടെ തെളിവ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ആരോഗ്യനിലയെക്കുറിച്ച് കൂടുതൽ വിശദമായ വെളിപ്പെടുത്തൽ നൽകണം. ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ലൈസൻസ് 1 വർഷത്തേക്ക് കൂടി മാത്രമേ ലഭിക്കൂ. ഡിമെൻഷ്യ, ഡയബറ്റീസ്, എപ്പിലെപ്സി, പാർക്കിൻസൺസ് തുടങ്ങിയവ മറച്ചുവെക്കുന്നത് 1000 പൗണ്ട് വരെ പിഴയോ നിയമ നടപടികളോ നേരിടേണ്ടി വരും. ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ നിയമങ്ങൾ മുതിർന്നവരുടെ സ്വാതന്ത്ര്യം എടുത്തു കളയുക എന്നതല്ല ലക്ഷ്യമിടുന്നതെന്നും പകരം റോഡ് സുരക്ഷയാണ് ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കി. പ്രായം കൂടുന്നതിനനുസരിച്ച് കാഴ്ചശക്തി കുറയുക, ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രതികരണ വേഗം കുറയുക തുടങ്ങിയ കാര്യങ്ങൾ സുരക്ഷിത ഡ്രൈവിംഗിനെ ബാധിക്കുന്നതിനുള്ള റിപ്പോർട്ടുകൾ തുടർന്നാണ് ഈ നീക്കം. രാഷ്ട്രപിതാവിന് ആദരവർപ്പിച്ച് ഇന്ത്യ വികസിത ഭാരതത്തിനായി മഹാത്മാഗാന്ധിയുടെ പാത പിന്തുടരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. അഹിംസയുടെയും സമാധാനത്തിന്റെയും ആശയം വിളിച്ചോതി രാജ്യം ഇന്ന് 156ാമത് ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ഭരണാധികാരികൾ രാഷ്ട്രപിതാവിന് ആദരാഞ്ജലിയർപ്പിക്കാൻ രാജ്ഘട്ടിലെത്തി. ഓരോ പൗരനെയും വളർത്തിക്കൊണ്ടുവരുന്ന സ്വയം പര്യാപ്തമായ വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ഗാന്ധിജിയുടെ മൂല്യങ്ങൾ അടിത്തറയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മനുഷ്യ ചരിത്രത്തിന്റെ ഗതി മാറ്റി എഴുതിയ ബാപ്പുവിന്റെ അസാധാരണ ജീവിതത്തിന് ആദരവ് അർപ്പിക്കുന്ന ദിനമാണെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ധീരതയും ലാളിത്യവും എങ്ങനെ ഉപകരണങ്ങളാക്കി മാറുമെന്ന് അദ്ദേഹം തെളിയിച്ചു. സേവനത്തിന്റെയും അനുകമ്പയുടെയും ശക്തിയിലതയും വിശ്വസിച്ചു. ഓരോ പൗരനെയും ഉയർത്തിക്കൊണ്ടുവരുന്ന സ്വയം പര്യാപ്തമായ ഒരു വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ഗാന്ധിജിയുടെ മൂല്യങ്ങൾ അടിത്തറയാണെന്നും അദ്ദേഹത്തിന്റെ പാത നാം പിന്തുടരുമെന്നും പ്രധാനമന്ത്രി കുറിച്ചു. വൈറ്റ് ഹൗസ് ജീവനക്കാരെ വേണ്ടി വന്നാൽ പിരിച്ചുവിടുമെന്ന് സർക്കാർ മുന്നറിയിപ്പ്. ഫെഡറൽ വകുപ്പുകൾ അടച്ചുപൂട്ടുകയാണ്. സർക്കാർ അടച്ചുപൂട്ടലിന് ഡെമോക്രാറ്റുകളെ കുറ്റപ്പെടുത്തി US വൈസ് പ്രസിഡന്റ് JD വാൻസ് കടുത്ത പ്രതിഷേധം വിളിച്ചു വരുത്തി. ഫണ്ടിംഗ് നടപടി പാസാക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് അർദ്ധരാത്രി മുതൽ ആരംഭിച്ച അടച്ചുപൂട്ടലേക്കാൾ കൂടുതൽ അപകട സാധ്യതകൾ അമേരിക്ക നേരിടാനൊരുങ്ങുന്നത്. ട്രംപ് സർക്കാർ വകുപ്പുകൾ വെട്ടിക്കുറയ്ക്കാൻ മത്സരിക്കുകയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയുമാണെന്ന് ആരോപണം ഉയരുന്നു. അടച്ചുപൂട്ടൽ തുടർന്നാൽ ചിലരെ പിരിച്ചുവിടേണ്ടി വരും. ഞങ്ങൾക്കത് ഇഷ്ടമല്ല, എന്നാൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അമേരിക്കൻ ജനതയുടെ ആവശ്യ സേവനങ്ങൾ തുടർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുമെന്നാണ് വൈറ്റ് ഹൗസ് ബ്രീഫിംഗ് റൂമിൽ JD വാൻസ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. പ്രാന്തൻ നയങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ഭരണചക്രത്തിൽ ഏറിയ നാൾ മുതൽ തുടങ്ങിയതാണ് അമേരിക്കക്കാരുടെ കണ്ടകശനി. ട്രംപ് ഈ കാണിച്ചു കൂട്ടുന്ന ഭ്രാന്തൻ നയങ്ങളിൽപ്പെട്ട് ദുരന്തം അനുഭവിക്കുന്നത് പാവം അമേരിക്കൻ ജനതയും അവിടെ രക്ഷയ്ക്കായി എത്തിയവരുമാണ്. US പ്രാദേശിക സമയം അർദ്ധരാത്രി 12 മണി മുതലാണ് US-ൽ ഷട്ട് ഡൗൺ നിലവിൽ വന്നത്. ഇനി അത്യാവശ്യ സർവീസുകൾ മാത്രമായിരിക്കും പ്രവർത്തിക്കുക. നേരത്തെ US ഷട്ട് ഡൗണിലേക്ക് നീങ്ങുകയാണ് എന്ന് വ്യക്തമാക്കി ട്രംപ് രംഗത്തെത്തിയിരുന്നു. US കോൺഗ്രസിൽ ധനബില്ല് പാസാക്കാത്തതാണ് അസാധാരണ സാഹചര്യത്തിന് വഴിയൊരുങ്ങിയത്. അമേരിക്കയിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾക്കാണ് ഇടവരുത്തുക. സർക്കാർ സേവനങ്ങളെല്ലാം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അവശ്യ സേവനങ്ങൾ ഒഴികെ മറ്റ് എല്ലാ സർക്കാർ വകുപ്പുകളുടെയും പ്രവർത്തനം സ്തംഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ധനബില്ല് കഴിഞ്ഞ ദിവസം US സെനറ്റിൽ പാസാക്കാൻ ശ്രമം നടന്നിരുന്നു എങ്കിലും ഡെമോക്രാറ്റുകളുടെ പിന്തുണ ഇല്ലാത്തതിനാൽ പരാജയപ്പെടുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരമായിരുന്നു ഇതിൽ വോട്ടെടുപ്പ്. ബിൽ പാസാകാൻ 60 വോട്ടുകളെങ്കിലും ആവശ്യമാണ്. എന്നാൽ ഡെമോക്രാറ്റുകളുടെ പിന്തുണ ലഭിക്കാതായതോടെ വോട്ടെടുപ്പ് പരാജയപ്പെടുകയായിരുന്നു. ഈ അസാധാരണ പ്രതിസന്ധിയുടെ മൂർധന്യ അവസ്ഥയിലും ഇരു പാർട്ടികളും വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. വികസനത്തിനായി പച്ചപ്പ് നഷ്ടപ്പെടുത്തുന്ന യൂറോപ്പിലെ 5ാമത്തെ മോശം രാജ്യമായി UK മാറുന്നു. ഇംഗ്ലണ്ട്, വെയിൽസ്, വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിലെ സംരക്ഷിത പ്രതിനിധിത്വ ഭൂമിയുടെ 1680 ഫുട്ബോൾ പിച്ചുകൾ 5 വർഷത്തിനിടെ നഷ്ടപ്പെട്ടു. യൂറോപ്പിന് ഒരു ദിവസം 600 ഫുട്ബോൾ പിച്ചുകളും പ്രകൃതി വിളഭൂമിയും നഷ്ടപ്പെടുന്നതെന്നാണ് റിപ്പോർട്ട്. അതേ കാലയളവിൽ ഇംഗ്ലണ്ട്, വെയിൽസ്, വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിലെ ഏറ്റവും സംരക്ഷിതവും പ്രത്യേകവുമായ പ്രകൃതിദത്ത പ്രദേശങ്ങൾ, ദേശീയ ഭൂപ്രകൃതികൾ എന്നിവ 12 ചതുരശ്ര കിലോമീറ്ററിലേക്ക് ചുരുങ്ങി. മെലനോമ ഉൾപ്പെടെ ത്വക്ക് രോഗ ക്യാൻസർ ബാധയ്ക്ക് കാരണമാകുന്ന ബ്രിട്ടനിലെ സൺബെഡ് സലൂണുകൾ
നിരോധിക്കണമെന്ന് ആവശ്യമുയരുന്നു. മാഞ്ചസ്റ്ററിലെ ക്രിസ്റ്റി ക്യാൻസർ ആശുപത്രിയിലെ പ്രൊഫസർ പോൾ ലോഗ്രൻ അടക്കം വിദഗ്ധർ ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ഈ മുന്നറിയിപ്പുള്ളത്. സർക്കാർ ഉടൻ തന്നെ സൺബെഡുകൾ നിരോധിക്കണമെന്നാണ് ആവശ്യം. രോഗബാധയും മരണവും കുറയ്ക്കാൻ ഒരു പൂർണ്ണ സൺബെഡ് നിരോധനമാണ് ഏകമാർഗമെന്ന് ഇവർ പറയുന്നു. വാണിജ്യ സൺബെഡുകൾ മെല്ലമ അടക്കം മറ്റ് ത്വക്ക് ക്യാൻസറുകളുടെ സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. സുരക്ഷിതമായ മറ്റു വഴികൾ ലഭ്യമെന്നിരിക്കെ സൺബെഡുകൾ ഒഴിവാക്കുന്നതാണ് ആരോഗ്യകരമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. 2009 ലോകാരോഗ്യ സംഘടനയുടെ അന്താരാഷ്ട്ര ക്യാൻസർ ഗവേഷണ ഏജൻസി സൺബെഡ് ഭീകരണം മനുഷ്യരിൽ മെലനോം ഉൾപ്പെടെ ത്വക്ക് രോഗബാധയ്ക്ക് കാരണമാകുന്നെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. UK വർഷം തോറും 17,600 പേർക്ക് മെലനോമ കണ്ടെത്തുകയും 2,700 പേർ മരിക്കുകയും ചെയ്യുന്നതാണ് റിപ്പോർട്ട്. 18 വയസ്സിന് താഴെയുള്ളവർ സൺബെഡ് ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും 16-17 വയസ്സുകാർ ഇത് ഉപയോഗിക്കുന്നത് ധാരാളമെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഗസയ്ക്ക് സഹായവും എത്തിയ നിരവധി ഫ്ലോട്ടലുകൾ പിടിച്ചെടുത്ത ഇസ്രായേൽ ഫ്ലോട്ടലുകളിൽ യാത്ര ചെയ്യുന്ന ഗ്രേറ്റ തുംബർഗ് ഉൾപ്പെടെ ആക്ടിവിസ്റ്റുകളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അതേസമയം 26 ചെറു കപ്പലുകൾ ഗസയ്ക്കുള്ള സഹായവുമായി യാത്ര തുടരുകയാണെന്ന് ഫ്ലോട്ടലുകളുടെ ലൈവ് ട്രാക്കർ വ്യക്തമാക്കുന്നു. ഇത് ഗസ തീരത്തിന് 5060 കിലോമീറ്റർ അടുത്തെത്തി. 44 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 50-ലേറെ ചെറു കപ്പലുകളുടെ കൂട്ടമാണ് ഗസയിലേക്ക് അവശ്യ സാധനങ്ങളുമായി യാത്ര തിരിച്ചത്. ഗസയ്ക്ക് മേൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത ഉപരോധത്തിലും ആക്രമണങ്ങളിലും വലയുന്ന പലസ്തീനികൾക്കുള്ള അവശ്യ വസ്തുക്കളാണ് ഈ ഫ്ലോട്ടിലുകളിൽ. ആഗസ്റ്റ് 31-നായിരുന്നു സ്പെയിൻ തുറമുഖത്തു നിന്നും ഇവ യാത്ര തിരിച്ചത്. പ്രതിസന്ധിയിലായ മറൈൻ ലാൻഡ് തീം പാർക്കിന്റെ ശേഷിക്കുന്ന 30 ബെലുഗ തിമിംഗലങ്ങളെ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള അഭ്യർത്ഥന കാനഡ സർക്കാർ നിരസിച്ചു. തിമിംഗലങ്ങൾ കൂടുതൽ പീഡനങ്ങൾക്ക് ഇരയാകുമെന്ന ആശങ്ക കൊണ്ടാണ് സർക്കാർ ഇത് നിഷേധിച്ചത്. നയാഗ്ര വെള്ളച്ചാട്ടത്തിലെ അമ്യൂസ്മെന്റ് പാർക്കായ മറൈൻ ലാൻഡ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തിമിംഗലങ്ങളടക്കം മൃഗങ്ങളുള്ള ഒരു അക്വേറിയമാണ്. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന മൃഗങ്ങളുടെ മോശം അവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ടുകൾക്കിടയിൽ വളരെ കാലമായി വിവാദവും കത്തി നിൽക്കുകയാണ്. കനഡിയൻ പ്രസ് സമാഹരിച്ച രേഖകൾ പ്രകാരം 2019 മുതൽ പാർക്കിൽ 20 തിമിംഗലങ്ങൾ, 19 ബെലുഗകൾ, ഒരു കൊലാളി തിമിംഗലം എന്നിവ മരിച്ചിട്ടുണ്ട്. പ്രവാചക ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി 17ാമത് UK ഗ്രാൻഡ് മിലാദ് കോൺഫറൻസ് ഒക്ടോബർ 4 ലണ്ടനിൽ ബാർക്കിങ്ങിലെ ഒയാസിസ് ബാങ്കറ്റ് ഹാളിൽ വെച്ചാണ് ഗ്രാൻഡ് മിലാദ് നടക്കുക. മേഴ്സി ടു ദി മാൻകൈൻഡ് എന്ന പ്രമേയത്തിൽ അൽ ഇസ്ഹാൻ UK സംഘടിപ്പിക്കുന്ന മഹാസമ്മേളനവും കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, മത് ഗാനങ്ങൾ, മൗലിസസ് ഓഫ് പ്രോഗ്രാം, ഹബ്ബ റസൂൽ പ്രഭാഷണം, ബുർദ മജ്ലിസ് തുടങ്ങിയവ അരങ്ങേറും. കഴിഞ്ഞ 17 വർഷമായി UK ആത്മീയ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമാണ് അൽ ഇസ്ഹാൻ UK. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ ഒരുക്കിയ ഓണാഘോഷം പ്രൗഢഗംഭീരമായി. ആഗോളതലത്തിലുള്ള പ്രവാസി മലയാളികൾക്കായി വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാ സാംസ്കാരിക വേദിയുടെ ഭാഗമായി ഒരുക്കിയ ഓണാഘോഷത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ പങ്കെടുത്തു. സെപ്റ്റംബർ 27 വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് തിരുവോണാഘോഷം ഒരുക്കിയത്. ഏഷ്യനെറ്റ്, യൂറോപ്പ്, ആനന്ദ് TV എന്നിവയുടെ മാനേജിംഗ് ഡയറക്ടറും യൂറോപ്പിൽ ആദ്യമായി മലയാളം ടെലിവിഷൻ ചാനൽ കൊണ്ടുവന്ന വ്യക്തിയും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ S. ശ്രീകുമാറും പ്രവാസി സമൂഹത്തിൽ സാമൂഹിക പ്രതിബദ്ധത അവാർഡ് ജേതാവുമായ റോയി ജോസഫ് മാൻബട്ടവുമായിരുന്നു മുഖ്യ പ്രഭാഷകരും മുഖ്യ അതിഥികളും. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ പ്രസിഡന്റ് ജോളി M. പടയാറ്റിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തു. വേൾഡ് മലയാളി കൗൺസിൽ ജർമ്മൻ പ്രൊവിൻസ് വൈസ് പ്രസിഡന്റും ഗായകനുമായ ജെയിംസ് പാത്തിക്കൽ, വേൾഡ് മലയാളി കൗൺസിൽ അയർലൻഡ് പ്രൊവിൻസിലെ രാജു കുന്നക്കാട്ട്, ഷൈബു ജോസഫ് കട്ടിക്കാട്ട് എന്നിവരുടെ ചെണ്ടമേളം എന്നിവ കാണികളെ ഗതകാല സ്മരണകളിലേക്ക് കൊണ്ടുപോയി. മഹാബലിയായി വേഷമിട്ട UK വേൾഡ് മലയാളി കൗൺസിൽ നോർത്ത് വെസ്റ്റ് പ്രൊവിൻസിൽ നിന്നുള്ള ജോഷി ജോസഫ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വേൾഡ് മലയാളി കൗൺസിൽ നോർത്ത് വെസ്റ്റ് പ്രൊവിൻസിൽ നിന്നുള്ള നർത്തകിമാരായ ലക്ഷ്മി അരുൺ, സീനാകുളത്തിൽ, സീന മണമയിൽ, മെറി ദേവസ്യ, റെൻസിസ് കറിയ, ഫ്ലറിന അനൂപ്, സിൽവി കടക്കതലയ്ക്കൽ, റമിയ മാത്യു എന്നിവരുടെ തിരുവാതിര കളിയും ശ്രദ്ധേയമായി. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ചെയർമാൻ ഗോപാലൻ പിള്ള, വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി, വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റഫർ വർഗീസ്, യൂറോപ്യൻ റീജിയൻ ചെയർമാൻ ജോളി തടത്തിൽ എന്നിവർ ഓണ സന്ദേശങ്ങൾ കൈമാറി. കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരുണ്യപ്രവർത്തനങ്ങളുടെ ഭാഗമായി അമേരിക്കൻ റീജിയനിലെ ഫിലാഡൽഫിയ പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 2 പത്തനാപുരത്ത് ഗാന്ധി ഭവനിൽ വെച്ച് നിർധനരായ 25 യുവതി യുവാക്കൾക്ക് സാമ്പത്തിക സഹായം നൽകി വിവാഹം നടത്തി കൊടുക്കുന്നതായി ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി അറിയിച്ചു. ഫിലാഡൽഫിയ പ്രൊവിൻസ് പ്രസിഡന്റ് നയനൻ മത്തായിയും പങ്കെടുത്തു. കേരള ഗവൺമെന്റിന്റെ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയാളം മിഷൻ UK ചാപ്റ്ററിന്റെ പ്രസിഡന്റും ലോക കേരള സഭ അംഗവും UK കലാ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവുമായ CA ജോസഫ് പ്രത്യേക അതിഥിയായിരുന്നു. വേൾഡ് മലയാളി കൗൺസിൽ ബാഡവുറ്റൻബർഗ് പ്രൊവിൻസിലെ നർത്തകിമാർ, അയർലൻഡ് പ്രൊവിൻസിലെ കോർക്ക് യൂണിറ്റിൽ നിന്നുള്ള നർത്തകിമാർ, അമേരിക്കൻ നോർത്ത് ടെക്സാസിൽ നിന്നുള്ള നർത്തകിമാർ എന്നിവരും നൃത്തച്ചുവടുകൾ വെച്ചു. വേൾഡ് മലയാളി കൗൺസിലിന്റെ അടുത്ത കലാ സാംസ്കാരിക വേദി നവംബർ 29 കൂടിച്ചേരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.70 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ
88.67 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 104.25 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US$. ഒരു കനഡിയൻ ഡോളർ 63.71 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബുക്ക് യുവർ ഇൻഡിഗോ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഈസിലി ആൻഡ് സേഫ്ലി വിത്ത് ആനന്ദ് ട്രാവൽ. കാൾ UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. വഖഫ് നിയമത്തിനെതിരായ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായി ആഹ്വാനം ചെയ്ത ഒക്ടോബർ 3 ഭാരത് ബന്ദ് മാറ്റിവെച്ചു. മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ജനറൽ സെക്രട്ടറി മൗലാന ഫസ്ലുർ റഹീം മുജദ്ദിദിയാണ് ഇക്കാര്യം അറിയിച്ചത്. അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഭാരവാഹികളുടെ അടിയന്തര യോഗത്തിലാണ് തീരുമാനം. പുതിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. വിവിധ സഹോദര മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങൾ കണക്കിലെടുത്താണ്, അതിന് ഭംഗം വരരുത് എന്നുകൂടി കണക്കിലെടുത്താണ് ഈ ബന്ദ് മാറ്റിവെക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബോർഡ് ചെയർമാൻ മൗലാന ഖാലിദ് സൈഫുള്ള റംദാനി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അമരാവതിയിൽ നടക്കുന്ന RSSന്റെ 100ാം വാർഷികാഘോഷത്തിലും വിജയദശമി ദിനാഘോഷത്തിലും പങ്കെടുക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ മാതാവ് ഡോക്ടർ കമൽ തായ് ഗവായി. RSS പരിപാടിയിൽ പങ്കെടുക്കുമെന്ന വാർത്തകളെ തുടർന്നുള്ള വിമർശനങ്ങൾ കണക്കിലെടുത്ത് പരിപാടിയിൽ മുഖ്യാതിഥിയെ പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചതായി ഡോക്ടർ കമൽ തായ് ഗവായി അറിയിച്ചു. പരിപാടിയുടെ വാർത്ത പുറത്തു വന്നയുടൻ തനിക്ക് നേരെയും അന്തരിച്ചതിന്റെ ഭർത്താവ് ദാദാ സാഹിബ് ഗവായിക്ക് നേരെ നിരവധി വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർന്നതായും തങ്ങൾ BR അംബേദ്കറുടെ ആശയങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കുന്നതെന്നും ഡോക്ടർ കമൽ തായ് ഗവായി വ്യക്തമാക്കി. 41 പേരുടെ മരണത്തിനിടയായ കരൂർ ദുരന്തത്തിൽ തമിഴക വെട്രി കഴക നേതാവും നടനുമായ വിജയ്ക്കെതിരെ കേസെടുക്കേണ്ട എന്ന തീരുമാനത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. വിജയ്ക്കെതിരെ കേസെടുക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാകുമെന്നും രാഷ്ട്രീയ യോഗങ്ങളിലെ അപകടങ്ങളിൽ പാർട്ടിയുടെ ഉന്നത നേതാക്കളെ പ്രതിയാക്കുന്നത് ശരിയല്ലെന്നുമുള്ള നിലപാടിലാണ് സ്റ്റാലിൻ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ പ്രേരിതമായ നടപടി എന്ന ആരോപണത്തിന് പഴു നൽകരുതെന്നും സർക്കാർ തീരുമാനമുണ്ട്. വിജയുടെ ഗൂഢാലോചനാവാദം അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം. കർണാടകയിലെ നേതൃമാറ്റ ചർച്ചകളെ തള്ളി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. സർക്കാരിന്റെ കാലാവധി കഴിയുന്നതുവരെ താൻ മുഖ്യമന്ത്രിയെ തന്നെ തുടരുമെന്നാണ് സിദ്ധരാമയ്യയുടെ നിലപാട്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനായി സിദ്ധരാമയ്യ മുഖ്യമന്ത്രി കസേര ഒഴിയുന്ന തരത്തിൽ വന്ന വാർത്തകളോടാണ് പ്രതികരണം. നവംബറിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന് കോൺഗ്രസ് നേതാവ് LR ശിവരാമയ്യ പറഞ്ഞിരുന്നു. ദസറ ആഘോഷങ്ങൾക്കായി മൈസൂരിലെത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ചെന്നൈ വിമാനത്തിൽ 35 കോടി രൂപ വിലമതിക്കുന്ന കൊക്കൈൻ ലഹരി മരുന്നുമായി ബോളിവുഡ് നടൻ അറസ്റ്റിൽ. 3.5 കിലോഗ്രാം കൊക്കൈനുമായാണ് യുവ നടൻ അറസ്റ്റിലായത്. ചെന്നൈ കസ്റ്റംസും DRIയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ്. കരൺ ജോഹറിന്റെ ഹിറ്റ് ചിത്രമായ സ്റ്റുഡന്റ് ഓഫ് ദി ഇയറിൽ അഭിനയിച്ച നടനാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച പുലർച്ചെയാണ് യുവനടൻ അറസ്റ്റിലായത്. എയർ ഇന്റലിജൻസ് അധികൃതരാണ് യുവനടന്റെ ബാഗ് പരിശോധിച്ചത്. സിംഗപ്പൂരിൽ നിന്നുമാണ് നടനെത്തിയത്. യുവനടന്റെ ട്രോളി ബാഗിലെ രഹസ്യ അറയിൽ പ്ലാസ്റ്റിക് ബാഗുകളിൽ നിറച്ച കൊക്കൈൻ കണ്ടെത്തുകയായിരുന്നു. അപരിചിതനായ ഒരു കംബോഡിയൻ സ്വദേശി നൽകിയ ബാഗാണിതെന്നാണ് വിശദീകരണം. ഇനി കേരള വാർത്തകളിലേക്ക്. വയനാട് പുനർനിർമ്മാണത്തിനായുള്ള കേന്ദ്ര ധനസഹായത്തിൽ കേരളത്തോടുള്ള അവഗണനയാണ് ഉണ്ടായതെന്ന് റവന്യൂ മന്ത്രി K രാജൻ. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി അംഗീകരിക്കണമെന്ന ശുപാർശ ഉണ്ടായിട്ടും കേന്ദ്രം അത് അംഗീകരിച്ചില്ലെന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര സഹായമായി 260 കോടി രൂപ കേരളത്തിൽ നൽകിയെന്ന തരത്തിലാണ് പ്രചരണം നടക്കുന്നത്. 250.56 കോടി രൂപ കേന്ദ്രം അംഗീകരിച്ചതെന്ന് അറിയുന്നത്. കേരളത്തിന് അർഹതപ്പെട്ട തുക നൽകാതിരിക്കാനുള്ള നീക്കമാണിതെന്നും കേരളത്തിലുള്ള അവഗണനയാണിതെന്നും മന്ത്രി പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഷ്ടി ചുരുട്ടി സ്വാമി അയ്യപ്പ എന്ന് വിളിച്ച സംഭവത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെതിരെ മുൻ മന്ത്രിയും CPM നേതാവുമായ G സുധാകരൻ മൈക്കിന് മുന്നിൽ വന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശരണം അയ്യപ്പ എന്ന് വിളിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരു പൊതുയോഗത്തിൽ സ്വാമി അയ്യപ്പ എന്ന് എന്തിനാണ് വിളിക്കുന്നത്? ഇതാരെ കാണിക്കാനാണ്? ഇത്തരത്തിൽ നടപടി ശരിയല്ല, ആ പദവിക്ക് പറ്റിയ പക്വതയല്ല എന്നും G സുധാകരൻ പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ വേണ്ടി വന്നാൽ സമരത്തിനിറങ്ങുമെന്ന് വ്യക്തമാക്കി കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. കപടഭക്തന്മാർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നതാണ് പ്രശ്നം. 2019-ലും 2025-ലുമായിട്ടാണ് വിവാദം ഉയരുന്നത്. ആ കാലയളവിൽ UDF ആയിരുന്നില്ല അധികാരത്തിൽ. രാഷ്ട്രീയകാര്യ സമിതി ഈ വിഷയം ചർച്ച ചെയ്യുമെന്നും K മുരളീധരൻ പറഞ്ഞു. സ്വർണ്ണപ്പാളികൾ നേരെയാക്കാൻ കൊണ്ടുപോയത് 15-ലും 25-ലുമാണ്. സംഭവത്തിൽ വസ്തുതാപരമായ അന്വേഷണം വേണം. ഒരു വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറല്ലെന്നും വേണ്ടി വന്നാൽ സമരത്തിന്റെ പാതയിലേക്ക് കടക്കുമെന്നാണ് K മുരളീധരന്റെ മുന്നറിയിപ്പ്. എറണാകുളത്ത് 10 ലക്ഷം രൂപയുടെ ഹെറോയിനുമായി വീട്ടമ്മ പിടികൂടിയത് നോട്ടെണ്ണുന്ന മെഷീനും. എറണാകുളത്തെ പെരുമ്പാവൂരിലാണ് വീട്ടിൽ വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 10 ലക്ഷം രൂപയുടെ ഹെറോയിനുമായി എക്സൈസ് മാറമ്പള്ളി ബംഗാൾ കോളനിയിൽ താമസിക്കുന്ന 52 വയസ്സുകാരി സലീന അലിയാറെ അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി മയക്കുമരുന്ന് ചെറു ഡപ്പികളിലാക്കി കടയുടെ മറവിൽ എത്തിക്കുകയായിരുന്നു. ഇവിടെ നിന്നും 66.3 ഗ്രാം ഹെറോയിൻ കണ്ടെടുത്ത് കൂടാതെ
9 ലക്ഷത്തിലേറെ രൂപയും നോട്ടെണ്ണുന്ന മെഷീനും എക്സൈസ് കണ്ടെടുത്തു. കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ ഓഫീസ്, പെൻബാവൂർ റേഞ്ച്, മാമല റേഞ്ച് ഓഫീസുകൾ, NCB എന്നിവയുടെ നേതൃത്വത്തിലാണ് ഈ റെയ്ഡ് നടന്നത്. പൃഥ്വിരാജിനൊപ്പം 60 പുതുമുഖങ്ങൾ മാറ്റിവെക്കുകയാണ്. സന്തോഷ് ട്രോഫി അങ്ങനെ ഷൂട്ടിംഗ് ആരംഭിച്ചു. പുതിയ തലമുറയുടെ ഊർജ്ജമെന്ന ലക്ഷ്യവുമായി വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ 60 പുതുമുഖങ്ങൾക്കൊപ്പം പൃഥ്വിരാജ് എത്തുന്ന ചിത്രം സന്തോഷ് ട്രോഫിയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു. നിർമ്മാതാക്കളായ ലിസ്റ്റിൻ സ്റ്റീഫനും സുപ്രിയ മെനോനും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ വൈക്കത്തിനടുത്തുള്ള ഇടവട്ടം വാക്കയിൽ ശ്രീധർമ്മ ക്ഷേത്രത്തിൽ നടന്നു. വാക്കയിൽ VK പാർവതി കുഞ്ഞമ്മ, സംവിധായകൻ വിപിൻ ദാസ്, അശ്വതി ജയകുമാർ, ക്യാമറാമാൻ അരുൺ പുതുശ്ശേരി, മറവന്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി, വൈക്കം താലൂക്ക് ചിത്രത്തൊഴിലാളി യൂണിയൻ സെക്രട്ടറി രമേശൻ എന്നിവർ ചേർന്നാണ് ഭദ്രദീപം തെളിയിച്ചത്. കോ പ്രൊഡ്യൂസർ ജസ്റ്റിൻ സ്റ്റീഫൻ സ്വിച്ച് കർമ്മം നിർവഹിച്ചു. ക്ലാപ്പ് അടിച്ചത് അസോസിയേറ്റ് ഡയറക്ടർ രോഹിത് GR ആണ്. തിരുവല്ലയിൽ വെച്ച് നടത്തിയ ഓഡിഷനിൽ തിരഞ്ഞെടുത്ത 60 പുതുമുഖങ്ങളെ എറണാകുളത്ത് നടത്തിയ ഫൈനൽ ഓഡിഷനിൽ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇവർക്കൊപ്പം അടുത്ത ഷെഡ്യൂളിൽ പൃഥ്വിരാജ് പങ്കുചേരും. ഹിറ്റ് ചിത്രങ്ങൾക്കൊപ്പം നിരൂപക പ്രശംസ നേടിയ ചിത്രങ്ങൾ സമ്മാനിക്കുന്ന മാജിക് ഫ്രെയിംസും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ഇതിനായി ഒരുമിക്കുകയാണ്. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധായകൻ വിപിൻ ദാസിന്റേതാണ്. സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് ഒരു സൂപ്പർ സ്റ്റാർ നായകനൊപ്പം ഇത്രയധികം പുതുമുഖങ്ങളുടെ നിര വരുന്നത്. യുവതലമുറയിൽ ആവേശം പകരുന്ന ചിത്രം തന്നെയാകും ഇതെന്ന സൂചനയാണ് അണിയറ പ്രവർത്തകർ നൽകുന്നത്. 120 ദിവസം നീളുന്ന ചിത്രീകരണം ഇടവട്ടത്തും തിരുവല്ലയിലുമായി പൂർത്തീകരിക്കും. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.